ദൈവവചനത്തിലേക്ക് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗം. ഒരുപക്ഷെ ഞാൻ വാക്യം പറഞ്ഞാൽ നിങ്ങൾക്ക് റെഫറൻസ് പറയാൻ തക്കതുപോലെ അത്രയ്ക്ക് പരിചയമുള്ളതാണ്. സാധാരണ നമ്മൾ റെഫറൻസ് പറഞ്ഞിട്ട് വായിക്കുക ചെയ്യുന്നത്. ഇന്ന് അത്രയ്ക്ക് പരിചയമുള്ളതായതുകൊണ്ട് ഞാൻ നിങ്ങളോട് വാക്യത്തിൻ്റെ അംശം പറയാം. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് പൂരിപ്പിക്കുകയോ റെഫറൻസ് പറയുകയോ ചെയ്യാവുന്നതാണ്. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ നാം പ്രശംസിക്കുന്നു. അത് അറിഞ്ഞുകൊണ്ട് കഷ്ടത സഹിഷ്ണുതയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടതയിലും കഷ്ടങ്ങളിലും റെഫറൻസോട് പറയാമോ? റോമാലേഖനം 5-ാം അധ്യായം. എന്തെങ്കിലും വായിച്ചോളൂ. അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ് നാം വായിച്ചു കേട്ടത്. മനഃപാഠമാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്ഥിരീകരിച്ചു. ഈ വാക്യത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൺവെൻഷന്റെ 2-ാമത്തെ രാത്രിയിൽ ഞാൻ ഒരു ചെറിയ പശ്ചാത്തലം റോമാലേഖനത്തെ കുറിച്ച് തന്നിരുന്നല്ലോ. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ വിശ്വാസ അല്ലെങ്കിൽ ഉപദേശ സംബന്ധമായ കാര്യങ്ങളും 12 മുതൽക്കുള്ള അധ്യായങ്ങൾ പ്രായോഗിക ക്രിസ്തീയതയെ കുറിച്ചുള്ള വിഷയങ്ങളുമാണ് പൗലോസ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ 1ഉം 2ഉം 3-ാം അധ്യായത്തിന്റെ 23 വരെയുള്ള വാക്യങ്ങളിലായി ജാതികളും യഹൂദന്മാരും ഒരുപോലെ പാപത്തിന് കീഴ് ആണെന്ന് പൗലോസ് തെളിയിക്കുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സാർവത്രികമായ പ്രശ്നം, ദി യൂണിവേഴ്സൽ പ്രോബ്ലം ഓഫ് മാൻ, സാർവത്രിക പ്രശ്നം പട്ടിണിയും തൊഴിലില്ലായ്മയും യുദ്ധവും ഒന്നുമല്ല, പാപമാണെന്നാണ് തിരുവെടുത്ത് പറയുന്നത്. അതിനുള്ള ദൈവിക പരിഹാര മാർഗങ്ങളും അതിനോടുള്ള മനുഷ്യന്റെ പ്രതികരണവും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് 4-ാം അധ്യായത്തിൽ വിശ്വാസത്തെ കുറിച്ചുള്ള ചരിത്രപരമായ വസ്തുതകൾ നാം ഇപ്പോൾ കേട്ടതുപോലെ അബ്രഹാമിന്റെ ഉദാഹരണമെടുത്ത് പൗലോസ് പ്രസ്താവിക്കുന്നു. എന്നിട്ട് 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ പൗലോസ് പ്രതിപാദിക്കുന്നത് വിശ്വാസത്താൽ, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലുള്ള വിശ്വാസത്താൽ നമുക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. നമുക്ക് എന്ത് ലഭിക്കുന്നു? പലരും യേശുവിൽ വിശ്വസിക്കുന്നു. എന്തിനു വേണ്ടിയാ യേശുവിൽ വിശ്വസിക്കുന്നത്? ഞാൻ ചിലരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആത്യന്തികമായ വിശ്വാസം എന്ത്? യേശു രക്ഷകൻ എന്ന വിശ്വാസമാണോ അതോ ഈ യേശു ഡോക്ടർ എന്ന വിശ്വാസമാണോ? ഒട്ടും നിൽക്കാതെ എടുത്തു പറഞ്ഞിട്ടുള്ളത് യേശു ഡോക്ടറാണ് എന്ന് പറഞ്ഞാൽ യേശു സൗഖ്യദായകനാണ്. യേശുവിന്റെ അടുക്കലേക്ക് പലരും വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ കൊണ്ട്. പക്ഷെ ആ വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസമല്ല. സേവിങ് ഫെയ്ത്ത് രക്ഷിക്കുന്ന വിശ്വാസമല്ല. ഒരുപക്ഷെ ഭൂമിയിൽ ചില സൗഖ്യമോ നന്മകളോ ഒക്കെ തരുന്ന വിശ്വാസമാണ്. അത് ഒത്തിരി പേർക്കുണ്ട്. ആ വിശ്വാസമല്ല പൗലോസ് റോമർ 3:24 മുതൽക്കുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. ആ വിശ്വാസമല്ല 5:1 റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്. അങ്ങനെ വേദപുസ്തകം പറയുന്ന വിധത്തിലുള്ള വിശ്വാസം യേശു ക്രിസ്തുവിൽ അർപ്പിച്ചാൽ, അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു പാപിക്ക് ഏറ്റവും ആദ്യം എന്താണ് ലഭിക്കുന്നത്? സൗഖ്യമാണോ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു പാപിക്ക്, എ ബിലീവിംഗ് സിനർ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശു ക്രിസ്തുവിന്റെ മനുഷ്യ ജന്മത്തിലും യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലും യേശു ക്രിസ്തുവിന്റെ അദ്രവത്വത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിലും യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിലും ക്രിസ്തുവിന്റെ മടങ്ങി വരവിലും വിശ്വസിക്കുന്ന
യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിലും കർത്തൃത്വത്തിലും വിശ്വസിക്കുന്ന ഒരു പാപിക്ക് എന്താണ് ദൈവം ഏറ്റവും ആദ്യം കൊടുക്കുന്നത്? എന്നാ പിന്നെ 5:1 വായിച്ചു. അപ്പോൾ ഏറ്റവും ആദ്യം എന്താ ലഭിക്കുന്നത്? ജസ്റ്റിഫിക്കേഷൻ, നീതീകരണമാണ് ഒരു പാപിക്ക്, വിശ്വസിക്കുന്ന പാപിക്ക് ദൈവം ഏറ്റവും ആദ്യം കൊടുക്കുന്നത്. നീതീകരണത്തിന് ശേഷം അവൻ എന്താ ലഭിക്കുന്നത്? സമാധാനം. ആരോട്? അവിടെ പറയുന്ന സമാധാനം എന്തല്ല? അവിടെ പറയുന്ന സമാധാനം എന്താണ്? അവിടെ പറയുന്ന സമാധാനം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന മനസ്സിന്റെ സ്വസ്ഥതയല്ല. പിന്നെന്താ അവിടെ പറയുന്ന സമാധാനം? യെശയ്യാ 53-ാം അധ്യായത്തിൽ നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരിക്കലും ഞാനും തെറ്റിദ്ധരിച്ചിരുന്നു. ഞാനും തെറ്റിദ്ധരിച്ച് തെറ്റായി പഠിപ്പിച്ചിട്ടുണ്ട് അറിയാതിരുന്ന കാലത്ത്. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിന്റെ മേലായി എന്ന് യെശയ്യാവ് പ്രവചിച്ച ഭാഗം ഏത് സമാധാനമാണ്? മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയല്ല. പിന്നെ അവിടെ പറഞ്ഞ സമാധാനം എന്താണ്? പീസ് ആൻഡ് റെക്കൺസിലിയേഷൻ ഇൻ റിലേഷൻഷിപ്പ്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ഉണ്ടാകേണ്ട നിരപ്പ് എന്ന സമാധാനമാണ് ഈ 5:1 പറയുന്ന സമാധാനം. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു പാപിക്ക് ദൈവം ഏറ്റവും ആദ്യം കൊടുക്കുന്ന അനുഗ്രഹം എന്താണ്? നീതീകരണം. രണ്ടാമത് ദൈവത്തോട് സമാധാനം. അങ്ങനെ തന്നെയല്ലേ? ആ വാക്യം ഒന്നും കൂടെ വായിച്ചോളൂ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അല്ലെ മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. മനസ്സിൽ സമാധാനം ഉണ്ടെന്നായിരുന്നെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം അങ്ങ് അംഗീകരിക്കായിരുന്നു. ഇത് മനസ്സിൽ സമാധാനമല്ല, പിന്നെന്തോ ഇത്? ദൈവത്തോട് സമാധാനമുണ്ട്. റെക്കൺസിലിയേഷൻ, എ റൈറ്റ് റിലേഷൻഷിപ്പ്. ദൈവത്തോടുണ്ടായിരിക്കേണ്ട ശരിയായ ബന്ധം. ഈ തലയും ഉടലും തമ്മിൽ ശരിയായിട്ടുള്ള ബന്ധം വേണം. അതിന് നമ്മുടെ നട്ടലിനകത്തോട് ഒരു ചെറിയ ചരട് പോകുന്നുണ്ട്, നമുക്കറിയാം അല്ലേ? അതിന് സ്പൈനൽ കോഡ് എന്തെങ്കിലും ഒരല്പം പ്രയാസം, അതിന് മുറിവോ ഒടിവോ ചതവോ വളവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരീരത്തിന് സകലം പ്രശ്നമാണ്, നമുക്കറിയാം. നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും, ബോംബെയിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സിസ്റ്റർ 40ഓളം വർഷം കോമയിൽ കിടന്ന കാര്യം. ഈ കഴിഞ്ഞിടയ്ക്ക് അവര് മരിച്ചു. 40ഓളം വർഷം അവർ വെറും ഒരു മാംസപിണ്ഡമായി കിടന്നു. ജീവനുണ്ട്, പക്ഷേ കോമയില. 40ഓളം വർഷം അവർക്ക് ഇതാ സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെ ദൈവവുമായി ബന്ധമില്ലാതെ, അഥവാ ഉണ്ടെന്ന് പറഞ്ഞാലും ആരോഗ്യകരമായ ബന്ധമില്ലാതെ കോമയിൽ കഴിഞ്ഞ മരിച്ചു കിടന്ന അവസ്ഥയിൽ നിന്ന് ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ഒരു പാപിക്ക് ദൈവത്തോട് ബന്ധം പുലർത്തുവാനുള്ള അവകാശം കൊടുക്കുന്നു. അതാണ് ദൈവിക സമാധാനം. ദൈവത്തോട് സമാധാനം. അങ്ങനെ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ശരിയായി പഠിച്ചു പോയാൽ കുറഞ്ഞതൊരു 18 കൂട്ടം കാര്യം പഠിക്കാനുണ്ട്. അത് നിങ്ങൾക്ക് ഗൃഹപാഠമായിട്ട് വിടുന്നു, ഹോംവർക്കായിട്ട് വിടുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വരുന്നില്ല, എന്നാലും ശരി, നിങ്ങളും കർത്താവുമായിട്ട് ആ ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ചെയ്തോളുക. 3 തലക്കെട്ടിൽ വേണമെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. 1, യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവന് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളുടെ പട്ടികയുണ്ട് അവിടെ. 2, യേശുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ എന്ത് എന്ന് പറയുന്നുണ്ട്. 3, യേശുവിൽ വിശ്വസിക്കുന്ന ഒരുത്തന്റെ പ്രശംസാ വിഷയങ്ങൾ എന്തെല്ലാമെന്ന് അവിടെ പറയുന്നുണ്ട്. ഈ 3 സംഗതികളും കൂടെ ചേർത്താൽ കുറഞ്ഞത് ഒരു 18 കൂട്ടം കാര്യം കിട്ടും. അതിൽ 1ഉം 2ഉം ഭാഗം ഞാൻ വിടുന്നു, അത് നിങ്ങൾക്ക് വിടുക. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുത്തൻ എന്ത് കിട്ടും? 2 ഞാൻ പറഞ്ഞു. ദൈവത്വം, നീതീകരണം ലഭിക്കുന്നു,
ദൈവത്തോട് സമാധാനം ലഭിക്കുന്നു. പിന്നെ താഴോട്ട് വേറെ കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ചെയ്തുകൊള്ളുക. രണ്ടാമത്തേതാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? അവർ പ്രീ ക്രിസ്ത്യൻ സ്റ്റാറ്റസ്. ക്രിസ്തുവിൽ നാം ആകുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ഒരു പാപിയുടെ, പാപക്ഷമ പ്രാപിച്ചിട്ടില്ലാത്ത ഒരു പാപിയുടെ അവസ്ഥ എന്ത് എന്നുള്ളതും അവിടെ ഉണ്ട്. കുറഞ്ഞ 5 കാര്യങ്ങളെങ്കിലും അവിടെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങളുടെ പഠനത്തിന് വേണ്ടി വിടുന്നു. മൂന്നാമത്തെ ഭാഗം നാം എടുക്കുകയാണ്. മൂന്നാമത്തെ ഭാഗമാണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രശംസാ വിഷയങ്ങൾ. നമുക്ക് സന്തോഷിപ്പാൻ ഉള്ള വസ്തുതകൾ എന്തെല്ലാമാണ്? What all things are there for a Christian, a real Christian, a scriptural Christian to be boastful of or to rejoice? സന്തോഷിപ്പാൻ, പ്രശംസിക്കുവാൻ നമുക്ക് എന്തെല്ലാമുണ്ട്? കുറഞ്ഞത് 3 കാര്യങ്ങളുണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് ഒന്നിൽ കേന്ദ്രീകരിക്കുന്ന ശ്രദ്ധ. 2-ാം വാക്യം വായിച്ചോളൂ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയെ പ്രശംസിക്കുന്നു. ഒന്നാമത്തെ നമ്മുടെ പ്രശംസ, രക്ഷിക്കപ്പെട്ട ഒരാളിന്റെ ആനന്ദം, രക്ഷിക്കപ്പെട്ട ഒരാളിന്റെ പ്രശംസാ വിഷയം. ഒന്നാമത് എന്താണ്? ദൈവ തേജസ്സിന്റെ പ്രത്യാശ. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ the hope of the glory of God. രണ്ടാമത്തേതാണ് നാം ഇപ്പോൾ വായിച്ച 3-ാമത്തെ വാക്യം, കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. കഷ്ടതകൾ. 3-ാമത്തേതാണ് 11-ാമത്തെ വാക്യം. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ദൈവത്തിൽ പ്രശംസിക്കുന്നു. അപ്പോൾ 3 പ്രശംസാ വിഷയങ്ങൾ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ 3 ആനന്ദ കാരണങ്ങൾ. ഒന്ന് വിളിച്ചു പറയാമോ? ഒന്നാമത്തേത് ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. 2 കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. 3 ദൈവത്തിൽ പ്രശംസിക്കുന്നു. ഒരു കൊച്ചു ചോദ്യം, സത്യമാണോ ഇത്? ഇത് 3 സത്യമാണോ? ഇത് 3-ലും നാം പ്രശംസിക്കാറുണ്ടോ? ഇതിൽ 3-ലും നാം സന്തോഷിക്കാറുണ്ടോ? സത്യമായിട്ടും പറഞ്ഞാൽ ഇന്ന് രാവിലെ നാം ഉണർന്നതിന് ശേഷം ഈ യോഗത്തിന് വന്ന് ഇപ്പോൾ ഈ പ്രസംഗം കേൾക്കുന്നത് വരെയുള്ള സമയത്ത് നമ്മുടെ ആനന്ദം, നമ്മുടെ സന്തോഷം, നമ്മുടെ പ്രശംസ, ഇത് 3 ആയിരുന്നോ? സ്തോത്രം. ഒരു ക്രിസ്ത്യാനിക്ക് പ്രശംസിക്കുവാനുള്ള 3 വകകളാണ് ഈ ഭാഗത്ത് നിന്ന് ഈ 3 സംഗതികൾ. അതിൽ രണ്ടാമത്തേതാണ് നമ്മുടെ ചിന്താവിഷയം, കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. സ്തോത്രം. കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. അത് സത്യമാണോ? കഷ്ടങ്ങളിൽ സന്തോഷിപ്പാൻ, കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? കഷ്ടങ്ങൾ പല വിധമുണ്ട് കേട്ടോ. ഇവിടെ പറയുന്ന കഷ്ടം എന്നത് ഒരു വാക്കിൽ ഞാൻ പറഞ്ഞു തീർക്കാം, ക്രിസ്ത്യാനിയായിട്ടുള്ള കഷ്ടം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ അഫ്ലിക്ഷൻസ്, ക്രിസ്തീയമായ ക്ലേശങ്ങൾ, അതിൽ സന്തോഷിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള, സ്വാഭാവികമായിട്ടുള്ള കഷ്ടങ്ങളുണ്ട്, സാധാരണ മനുഷ്യർക്കുള്ള പ്രയാസങ്ങളൊക്കെ. ഇപ്പം നിങ്ങൾക്കും ചിലർക്കൊക്കെ വീസ പ്രോബ്ലം കാണുമായിരിക്കും. അത് നിങ്ങൾ ദൈവമക്കളായതുകൊണ്ടുണ്ടായ പ്രശ്നമാണോ, അതോ ഇവിടുത്തെ ഒരു പ്രവാസി എന്ന നിലയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണോ? കേവലം ഒരു പ്രവാസി എന്ന നിലയിൽ ഉണ്ടാകുന്ന പ്രശ്നം രക്ഷിക്കപ്പെട്ട് നിങ്ങൾക്ക് മാത്രമല്ല, നിരീശ്വരവാദിക്കുണ്ട്. അത് നാച്ചുറൽ ആയിട്ടുള്ള സംഗതിയാ, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതേസമയം നിങ്ങൾ കർത്താവിനെ അറിയുന്ന ഒരാളും ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരാളും എന്നതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ അത് ക്രിസ്ത്യാനി ആയതുകൊണ്ടുള്ള പ്രയാസമാണ്. തണുപ്പത്ത് വേണ്ടതുപോലെ വസ്ത്രമൊന്നും ധരിക്കാതെ ഇറങ്ങി നടന്ന് പനി പിടിച്ചാൽ അത് ക്രിസ്ത്യാനി ആയതുകൊണ്ടൊന്നുമല്ല, അത് സാധാരണമായിട്ടുള്ളതാണ്. പിന്നെ കർത്താവിന് വേണ്ടി അധ്വാനിച്ചത് നിമിത്തമോ യോഗത്തിന് പോയത് കൊണ്ടോ ഒക്കെ ആണെങ്കിൽ അല്പം സന്തോഷിക്കാൻ വകയുണ്ട് കേട്ടോ. അപ്പോൾ കഷ്ടങ്ങളെ നാം എന്ത് ചെയ്യണം? തരം തിരിച്ചു പഠിക്കണം. സാധാരണക്കാർക്കുള്ള കഷ്ടങ്ങൾ വേറെ, ക്രിസ്ത്യാനി എന്നതുകൊണ്ടുള്ള
കഷ്ടങ്ങൾ വേറെ. ഇവിടെ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു എന്ന് പറയുന്നത് ഏത് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു എന്നാ? ഏത് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്ന കാര്യ? ക്രിസ്ത്യാനിയായിട്ടുള്ള കഷ്ടം. അതെന്താ ഈ ക്രിസ്ത്യാനിയായിട്ടുള്ള കഷ്ടം എന്ന് പറഞ്ഞാൽ? ഒരു വാചകത്തിൽ അതിന് ഉത്തരം തരാം. Afflictions or sufferings or problems just because of our undying allegiance with Christ and undivided loyalty unto the lordship of Jesus Christ. യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തോടുള്ള നമ്മുടെ അവിഭജിതമായ, വിഭജിക്കാൻ പാടില്ലാത്ത അവിഭജിതമായ വിധേയത്വം കൊണ്ടോ, യേശുക്രിസ്തുവിനോട് മാത്രമുള്ള നമ്മുടെ അടങ്ങാത്ത സമർപ്പണം കൊണ്ടോ നമുക്കുണ്ടാവുന്ന കഷ്ടതകളെ നമുക്ക് എങ്ങനെ വിളിക്കാം? ക്രിസ്ത്യാനിയായിട്ടുള്ള കഷ്ടതകൾ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയുള്ളതാണ് ക്രിസ്ത്യാനിയായിട്ടുള്ള കഷ്ടം? Just because of our commitment to Christ, just because of our loyalty to Christ, just because of our undying allegiance to Christ, യേശുക്രിസ്തുവിനോട് മാത്രം നമുക്കുള്ള നമ്മുടെ വിധേയത്വം നിമിത്തം, യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ സമർപ്പണം നിമിത്തം, യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ വിശ്വസ്തത നിമിത്തം, യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ വിധേയത്വം നിമിത്തം നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങളെ നമുക്ക് എങ്ങനെ വിളിക്കാം? ക്രിസ്ത്യാനിയായിട്ടുള്ള കഷ്ടങ്ങൾ. ഒന്ന്, ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള, ഇന്നു വരെ ഉണ്ടായിട്ടുള്ള കഷ്ടതകളിൽ, പ്രയാസങ്ങളിൽ എത്ര ശതമാനം ഈ വകുപ്പിൽ പെടുവായിരിക്കും? നമുക്കുണ്ടായിട്ടുള്ള കഷ്ടതകളിൽ, പ്രയാസങ്ങളിൽ, നഷ്ടങ്ങളിൽ, രോഗങ്ങളിൽ, ഉപദ്രവങ്ങളിൽ, നിന്ദകളിൽ, പീഡകളിൽ, ഒറ്റപ്പെടുത്തലുകളിൽ ഒക്കെ എത്ര ശതമാനം ഈ പറഞ്ഞ വകുപ്പിൽ പെടും? മനസ്സിലാവുന്നുണ്ടേ? നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടല്ലോ. സ്തോത്രം. എത്ര ശതമാനം കാണും? കുറവായിരിക്കും, കൂടുതലായിരിക്കും? കുറവാ. ചില കുറവാണെന്ന് പറഞ്ഞാലും ചിലർത്തൊക്കെ വരുമ്പം ഒന്നും ഇല്ലെന്ന് പറയാം. സത്യമാ. കർത്താവിനോടുള്ള നമ്മിൽ പലർക്കും, ഞാൻ ഉൾപ്പെടെ നമ്മിൽ പലർക്കും പലപ്പോഴും ഉണ്ടായിട്ടുള്ള കഷ്ടങ്ങളൊക്കെ നമ്മുടെ കയ്യിലിരിപ്പുണ്ടായതാണ്. കർത്താവിനോടുള്ള നമ്മുടെ സമർപ്പണ നിമിത്തമല്ല. ക്രിസ്തീയ കഷ്ടതകളാണെങ്കിൽ നാം കർത്താവിനോടുള്ള വിധേയത്വം ഉപേക്ഷിച്ചാൽ, യേശുവിനോടുള്ള നമ്മുടെ ബന്ധം ഉപേക്ഷിച്ചാൽ മാറുന്ന കഷ്ടതകളാണെങ്കിൽ നമുക്ക് അവയെ എങ്ങനെ വിളിക്കാം? ക്രിസ്തു നിമിത്തമുള്ള കഷ്ടതകൾ എന്ന് വിളിക്കാം. മനസ്സിലായോ? കർത്താവിനോടുള്ള നമ്മുടെ ബന്ധം വിച്ഛേദിച്ചാൽ നാം അനുഭവിക്കുന്ന കഷ്ടതകൾ മാറും എന്നുണ്ടെങ്കിൽ അവയെയും നമുക്ക് എങ്ങനെ വിളിക്കാം? ക്രിസ്തു നിമിത്തമുള്ള കഷ്ടതകൾ എന്ന് വിളിക്കാം. അങ്ങനെയുള്ള കഷ്ടതകളെ കുറിച്ചാണ് പൗലോസ് ഈ റോമർ 5:3 പ്രതിപാദിക്കുന്നത്. അതല്ലാതെയുള്ള സാധാരണ കഷ്ടതകളെ കുറിച്ചല്ല. സ്തോത്രം. സാധാരണ നിലകളെ കുറിച്ചല്ല. ചിലപ്പോൾ ചിലരുണ്ട്, ജോലിയൊക്കെ ചെയ്ത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കുടുംബമൊക്കെ പുലർത്തി ഇങ്ങനെ പോവുക. അപ്പോഴാണ് വേറെ 1-2 പേർക്ക് കുറച്ചുകൂടെയൊക്കെ നമ്മുടെ അത്രയും യോഗ്യതയൊന്നും ഇല്ലാത്തവർക്ക് നമ്മളെക്കാൾ ഉയർന്നൊരു ജോലിയും ശമ്പളവും ഒക്കെ കിട്ടിയപ്പം ഒരു ചെറിയ ആഗ്രഹം, നമുക്കൂടെ ഒന്ന് മാറിയാൽ എന്താണ് എന്നും പറഞ്ഞ് നമ്മൾ ഉണ്ടായിരുന്നത് വിട്ട് കളഞ്ഞിട്ട് ഉള്ളത് പോവുകയും ചെയ്തു. അവിടുന്ന് വരേണ്ടതൊട്ട് കിട്ടിയില്ല, കിടന്ന് കഷ്ടപ്പെടുക. അത് കർത്താവ് നിമിത്തം എന്നുള്ളതല്ല, അത് നമ്മുടെ അത്യാഗ്രഹ നിമിത്തം ഉണ്ടായതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കഷ്ടങ്ങളാണ് നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നു, ക്രിസ്തു നിമിത്തമുള്ള കഷ്ടതകളിൽ നാം പ്രശംസിക്കുന്നു. സ്തോത്രം. കഷ്ടതകളിൽ പ്രശംസിക്കുന്നു. നീ ഈ കഷ്ടതയുടെ നിർവചനം എന്താ? മൂലഭാഷ അനുസരിച്ച് ഈ കഷ്ടത എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കട്ടിയുള്ള പ്രതലം, എ റഫ് ആൻഡ് ടഫ് സർഫേസ്, വളരെ കട്ടിയുള്ള ഒരു പ്രതലം. ആ പ്രതലത്തിനു മുകളിൽ
എന്തോ ഒരു സംഗതി, എന്നിട്ട് ആ സംഗതിയുടെ മുകളിൽ ഒരു വലിയ ഭാരം. അപ്പോൾ അടിവശത്ത് കീഴ്വശത്ത് കട്ടിയുള്ള ഒരു സ്ഥലം, അതിന്റെ മുകളിൽ നമ്മൾ കിടക്കുന്നു, നമ്മുടെ മുകളിൽ ഒരു വലിയ ഭാരം. നമുക്ക് വഹിക്കുവാൻ സ്വാഭാവികമായി കഴിയുന്നതിനേക്കാൾ വലിയ ഭാരം നമ്മളെ ഇങ്ങനെ അമക്കുന്നു. നീ മറ്റൊരു ചെറിയ ഉദാഹരണത്തിൽ പറഞ്ഞാൽ, ചപ്പാത്തി പരത്തുന്നത് പോലെ അടിയിൽ നല്ല ഉറപ്പുള്ള മാർബിളിന്റെയോ തടിയുടെയോ ഒക്കെ ചപ്പാത്തി പലക, മുകളിൽ ഒട്ടും വഴങ്ങാത്ത നല്ല കട്ടിയുള്ള ഉരുട്ട് തടി. ഈ പലകയ്ക്കും ഈ തടിയുടെയും ഇടയിൽ മാവ് അമരുന്നത് പോലെ കിടക്കുന്ന അവസ്ഥയുടെ പേരാണെന്ത്? കഷ്ടത അഥവാ അഫ്ലിക്ഷൻ. യേശു ക്രിസ്തുവിനോടുള്ള ശരിയായ സമർപ്പണത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേർന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ അവകാശമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിനോട് നമുക്ക് സമർപ്പണവും വിധേയത്വവും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കഷ്ടതകൾ നമ്മുടെ അവകാശമായിരിക്കും. രക്ഷപ്പെടുവാൻ കഴിയാത്തതുപോലെ നമ്മെ അമർത്തിക്കളയുന്ന, നമ്മെ ഞെരുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷേ ഭക്തൻ പറയുന്നു, അങ്ങനെയുള്ള അവസ്ഥകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രശംസിക്കാൻ പറ്റും, സന്തോഷിക്കാൻ പറ്റും. നമുക്ക് സാധിക്കാറുണ്ടോ? കർത്താവേ, ഈ കഷ്ടതയ്ക്കായി സ്തോത്രം എന്ന് നമ്മൾ പറയാറുണ്ടോ? അതോ ഇതൊന്നും മാറ്റിത്തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണോ ചെയ്യാറുള്ളത്? എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കഷ്ടതകളിൽ പ്രശംസിക്കുന്നത്? കാരണം എന്താ? അങ്ങനെയുള്ള പ്രശംസയ്ക്ക് കാരണം എന്താ? ആർക്കാണ് അങ്ങനെ പ്രശംസിക്കാൻ പറ്റുന്നത്? ആ പ്രശംസ നമുക്കുണ്ടാവണമെങ്കിൽ നമുക്കൊരു ബോധ്യം വേണം, നമുക്ക് ഒരു അറിവ് വേണം. എന്തായിരിക്കണം ബോധ്യം? ഈ കഷ്ടത മറ്റെന്തിനെയോ ഉൽപ്പാദിപ്പിക്കുന്നു. എന്തിനെ ഉൽപ്പാദിപ്പിക്കുന്നു? സഹിഷ്ണുതയെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ സഹിഷ്ണുത സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഇവകൾ റീപ്രൊഡക്റ്റീവ് ആണ്. കഷ്ടത സഹിഷ്ണുതയെ, സഹിഷ്ണുത സിദ്ധതയെ, സിദ്ധത പ്രത്യാശയെ. അപ്പോൾ കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ, 4 ഘടകങ്ങൾ. ഒന്നിനെ ഉൽപ്പാദിപ്പിക്കുന്നു. കഷ്ടതയുടെ അർത്ഥം ഞാൻ പറഞ്ഞു. ഈ കഷ്ടത ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താ സഹിഷ്ണുത? സഹിക്കാനുള്ള പോരാ. എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ വേറെ നിർവാഹമില്ലെങ്കിൽ സഹിച്ചല്ലേ പറ്റൂ. നമ്മൾ പലപ്പോഴും അങ്ങനല്ലേ സഹിക്കുന്നേ? ഞരങ്ങി പെറുപുറത്ത് അയ്യോ വിളിച്ച് ദീർഘശ്വാസം വിട്ട്, അല്ലേ? ഹിന്ദിയില് ഞങ്ങളൊരു പാട്ട് പാടാറുണ്ട്, ഹം ഈശു മസീഹ് ചേലേ ഹേ എന്നും പറഞ്ഞു തുടങ്ങുന്ന ഒരു പാട്ടാണ്. അതിന്റെ ഒരു ലൈൻ ഞാൻ പലയിടത്തും പറയാറുണ്ട്, ഹം ഉഫ് തക് നഹി കരനെ വാലേ ഹേ. ഹം ഉഫ്, ഉഫ് എന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ പറയുമല്ലോ, ഔച്ച് എന്ന് പറയത്തില്ലേ പിള്ളേരല്ലേ, ഔച്ച്. ഇത് ഇംഗ്ലീഷിലെ ഔച്ചാണ്, മലയാളത്തിലെ ഉഫ്, ഹിന്ദിയിലെ ഉഫ്. ഹിന്ദിയിലെ ഉഫ്, മലയാളത്തിലെ അയ്യോ. हम यीशु मसीह के चेले हैं तो हम उफ तक नहीं करते हैं എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ ശിഷ്യരാണ്, ഞങ്ങൾ അയ്യോ എന്ന ഒരു വാക്കുപോലും ഉച്ചരിക്കാറില്ല. കഷ്ടതകളിൽ ഓർക്കണേ, കടുത്ത പ്രതലത്തിൽ
അകപ്പെട്ടിട്ട് മുകളിൽ ഭാരം വന്ന് അമർത്തി ഞെക്കി ആകാരം ഷെയ്പ്പ് പോലും മാറ്റുന്ന കഷ്ടതയുടെ നടുവിലും എന്തു പറയത്തില്ലെന്ന്? അയ്യോ എന്ന് പറയത്തില്ലെന്ന്. നിങ്ങൾ പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെയൊക്കെ പിതാക്കന്മാര് എത്ര കഷ്ടത കൊണ്ട് കിടന്ന് വേദനയിലൊക്കെ ഞെളിവിരി കൊണ്ടാലും അയ്യോ എന്ന് പറയാൻ സമ്മതിക്കത്തില്ലായിരുന്നു. നമ്മളൊക്കെ മുക്കുകയും മൂളും ഒക്കെ ചെയ്യല്ലേ? പക്ഷേ യഥാർത്ഥ ഭക്തന്മാർ എന്ത് ചെയ്യില്ലായിരുന്നു? ഈ കഷ്ടതകൾ നിരന്തരം സഹിച്ചു പോകുമ്പോഴും അവർക്ക് എന്തില്ല? അവരെന്ത് ചെയ്യത്തില്ല? നിലവിളിക്കത്തില്ല, നെടുവീർപ്പിടുകയില്ല. നിലവിളിക്കാതെ നെടുവീർപ്പിടാതെ ആ സാഹചര്യങ്ങളെ എങ്ങനെ സഹിച്ചു? അവര് എങ്ങനെ സഹിച്ചു? സന്തോഷത്തോടുകൂടെ സഹിച്ചു. കേവലം സന്തോഷത്തോടെ സഹിച്ചെന്ന് മാത്രമല്ല, വേദപുസ്തക പുതിയ നിയമ ഭാഷയിൽ എൻഡ്യൂറൻസ് അഥവാ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ അത് സാഹചര്യത്തെ എങ്ങനെയെങ്കിലും സഹിച്ച് വേറെ നിർവാഹമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഞരങ്ങി പോകുന്നതല്ല. ശ്രദ്ധിക്കണേ, പ്രത്യുത ആ സാഹചര്യത്തെ സന്തോഷത്തോടുകൂടെ അഭിമുഖീകരിച്ച് പിറുപിറുക്കാതെ ആ പ്രതികൂലമായ സാഹചര്യത്തെ കാൽ കീഴാക്കി യാത്രയുടെ അന്ത്യത്തിൽ ആ സാഹചര്യത്തിന്റെ മേൽ ജയാളിയായി പുറത്തു വരുന്ന അനുഭവത്തിന്റെ പേരാണ് ക്രിസ്തീയ സഹിഷ്ണുത എന്ന് പറയുന്നത്. എന്റെ കൂടെ നിങ്ങളുണ്ടോ? സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. ഉറക്കമൊന്നും വരുന്നില്ലേ ആർക്കും? സ്തോത്രം. ശ്രദ്ധിച്ചിരിക്കണേ. ഞാൻ ചിലപ്പോ പറയാറുണ്ട്, ചെകുത്താൻ ഒട്ടും ഇഷ്ടമല്ല വചനം കേൾക്കുന്നത്. അതുകൊണ്ട് ഒന്നുകിൽ വചനം കേൾക്കുന്നിടത്ത് നമ്മളെ പോകാൻ അനുവദിക്കാതെ ഇവൻ തടയാൻ ശ്രമിക്കും. ഇനി അഥവാ പോകാൻ അവസരം കിട്ടിയാൽ അവിടെ ചെന്നിരുന്ന് സുഖമായിട്ട് ഉറക്കും. വചനം കേൾക്കാൻ സമ്മതിക്കത്തില്ല. വേറെ ചിലര് ഉറങ്ങത്തില്ലെങ്കിലും ശരി, അവരുടെ മനസ്സ് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ പതറും. കണ്ണൊക്കെ തുറന്നിരിക്കും, പക്ഷെ മനസ്സ് മറ്റെങ്ങോട്ടായിരിക്കും. വേറെ ചിലരുണ്ട് കണ്ണും മനസ്സൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കും, പ്രസംഗിക്കുന്ന ആളുടെ വായിലോട്ട് നോക്കിയിരിക്കും, പക്ഷെ ഒന്നും അകത്തോട്ട് കയറുന്നില്ല. വേറെ ചിലരുണ്ട് പറയുമ്പോ മനസ്സിലാകും, പക്ഷെ അടുത്ത സെന്റൻസ് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞത് പോകും. എങ്ങനെയായാലും ദൈവവചനം കേൾക്കുവാനും ഗ്രഹിക്കുവാനും പിശാച് ദൈവജനത്തെ, മനുഷ്യരെ അനുവദിക്കാതിരിക്കുക അവന്റെ തന്ത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവവചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഉറക്കം വരികയാണെങ്കിൽ കർത്താവുമായിട്ട് ബന്ധമില്ലെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. പലർക്കും ഈ തിരുവഴുത്ത് ഉറക്കഗുളിക. എത്ര ഉറക്കം വരാത്ത രാത്രികളിൽ ഒന്ന് തുറന്നാൽ മതി, എപ്പോഴും ഉറക്കം വരും. ഉറങ്ങരുത്, ശ്രദ്ധിച്ചിരിക്കും. സ്തോത്രം. ഓക്കെ. അപ്പോൾ ദൈവത്തിന്റെ മക്കൾക്ക് കഷ്ടതയുണ്ട്. കഷ്ടത ഞെരുക്കിക്കളയുന്ന അവസ്ഥയാണ്. പക്ഷേ ആ കഷ്ടത എന്തുൽപാദിപ്പിക്കുന്നു? സഹിഷ്ണുത. എന്താണ് സഹിഷ്ണുത? മൂളിയും ഞരങ്ങിയും വേറെ നിർവാഹമില്ലാത്തത് കൊണ്ട് ഇതും വലിച്ചോണ്ട് പോകുന്ന സഹിക്കുന്ന അവസ്ഥയല്ല. പിന്നെന്താണ്? ആ സാഹചര്യം എത്ര പ്രതികൂലമായാലും നമ്മുടെ ഷെയ്പ്പ് മാറത്തക്കവണ്ണം നമ്മുടെ മേൽ ഭാരം വെച്ച് നമ്മെ അമക്കുന്ന അവസ്ഥയാണ് ഈ കഷ്ടതയെങ്കിലും അതിൽ പതറാതെ, അതിൽ പിറുപിറുക്കാതെ ആ സാഹചര്യത്തെ സന്തോഷത്തോടുകൂടെ അഭിമുഖീകരിക്കുക മാത്രമല്ല, ആ സാഹചര്യത്തെ എന്ത് ചെയ്യുകയാണ്? എന്ത് ചെയ്യുന്നു? കാൽ കീഴാക്കി ജയാളിയായിട്ട് പുറത്തു വരുന്നു. സ്തോത്രം. സാഹചര്യങ്ങൾക്ക് നാം വഴങ്ങിക്കൊടുക്കാതെ ആ സാഹചര്യങ്ങളെ, എത്ര പ്രതികൂലമായ അവസ്ഥകളെയും ജയിച്ചു പുറത്തു വരുന്ന അവസ്ഥയുടെ പേരാണ് ക്രിസ്തീയ സഹിഷ്ണുത എന്ന് പറയുന്നത്. ആ സഹിഷ്ണുത ആർക്ക് കർത്താവ് നൽകുന്നു? രക്ഷിക്കപ്പെട്ട ഒരു ഭക്തന് കഷ്ടതകളിലൂടെ നൽകുന്നു. കഷ്ടത ഒരു ട്രെയിനിങ് സെന്ററാണ്. കഷ്ടത
ഒരു പള്ളിക്കൂടമാണ്. കഷ്ടത ഒരു യൂണിവേഴ്സിറ്റിയാണ്. ശ്രദ്ധിക്കണേ, സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? കഷ്ടത എന്താണ്? ഒരു പരിശീലന കളരിയ. എന്തുവാ കഷ്ടത എന്ന സ്കൂളിൽ ദൈവം പഠിപ്പിക്കുന്ന പാഠം? കഷ്ടത എന്ന സ്കൂളിൽ ദൈവം പഠിപ്പിക്കുന്ന പാഠം എന്താണ്? കഷ്ടത എന്ന സ്കൂളിൽ നിന്നും പുറത്തു വരുമ്പോൾ കിട്ടുന്ന ഡിഗ്രി എന്താ? സഹിഷ്ണുതയോ? അതൊരു പടിയാ. സ്തോത്രം. ഓക്കെ, മൂന്നാമത്തെ കാര്യം ഞാൻ ക്രോഡീകരിച്ച് പറയാം. അപ്പോൾ കഷ്ടത സഹിഷ്ണുതയെ ഉൽപ്പാദിപ്പിക്കുന്നു. ആരുടെ സഹിഷ്ണുതയാ? ആരുടെ സഹിഷ്ണുതയാ? എന്താ വായിച്ചു? വെളിപ്പാട് 1:9. എളുപ്പം. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ. എന്തിൽ? ആരുടെയാ? യേശുവിന്റെ. എന്തിലൊക്കെയാ? കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളി. അപ്പോൾ ആരുടെ സഹിഷ്ണുതയിലാണ് എനിക്കും നിങ്ങൾക്കും പങ്കാളിത്തം ഉണ്ടാകേണ്ടത്? ആരുടെ കഷ്ടതയിലാണ് നമുക്ക് പങ്കാളിത്തം ഉണ്ടാകേണ്ടത്? സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും യേശുക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലും നമുക്കൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാവണം. ആ പാർട്ട്ണർഷിപ്പ് ഉള്ളവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സന്തോഷിപ്പാൻ അഥവാ പ്രശംസിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ ക്രിസ്തീയമാണെന്ന്, ക്രിസ്തു നിമിത്തമാണെന്ന് ഉറപ്പുവരുത്തിയാൽ നമുക്ക് കഷ്ടതകളിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രശംസിക്കുവാൻ അഥവാ സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കണേ, സന്തോഷിക്കുവാൻ സാധിക്കും. ആ കഷ്ടത എന്ന പരിശീലന കളരിയിൽ ആദ്യം നമുക്ക് ലഭിക്കുന്ന സ്ഥാനക്കയറ്റം എവിടേക്കാണ്? സഹിഷ്ണുതയിലേക്ക്. സഹിഷ്ണുത നിമിത്തം സാഹചര്യങ്ങളെ നമുക്ക് നമ്മുടെ കാൽ കീഴാക്കുവാൻ സാധിക്കുന്നു. സാഹചര്യം നമ്മെ തോൽപ്പിക്കുകയല്ല, ആ കഷ്ടതകളെ നാം തോൽപ്പിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? കഷ്ടതകൾ നമ്മെ തോൽപ്പിക്കുകയല്ല, പിന്നെ കഷ്ടതയെ നാം തോൽപ്പിക്കുക. ഇന്നത്തെ അവസ്ഥയിൽ ആരാ ജയിക്കുന്നത്? നമ്മളാണോ ജയിക്കുന്നത് അതോ കഷ്ടതയാണോ ജയിക്കുന്നത്? സ്തോത്രം. മൂന്നാമത്തെ സംഗതി എന്താ ലഭിക്കുന്നത്? സിദ്ധത. എന്താ സിദ്ധത എന്ന് പറഞ്ഞാൽ? സിദ്ധത ഇംഗ്ലീഷിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്, ക്യാരക്ടർ. സിദ്ധത എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരക്ടർ. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതിനിങ്ങനെ പറയാം, സ്വഭാവ ശുദ്ധീകരണം. അപ്പോൾ കഷ്ടതയിലൂടെ സഹിഷ്ണുത പഠിപ്പിച്ച് ഇത് രണ്ടും കൂടെ ചേർന്ന് നമുക്ക് ലഭിക്കുന്ന ഘടകം എന്താണ്? സ്തോത്രം. സ്വഭാവ ശുദ്ധീകരണം അല്ലെങ്കിൽ സ്വഭാവ രൂപീകരണം. അതാണ് സിദ്ധത. സ്തോത്രം. ദൈവം കഷ്ടതകൾ എന്ന പരിശീലന കളരിയിലൂടെ നമ്മെ നടത്തി എവിടേക്ക് എത്തിക്കുവാൻ, നമ്മെ ആരാക്കുവാൻ ആഗ്രഹിക്കുകയാണ്? നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ what is more important, whether character or conduct? സ്വഭാവമാണോ അതോ പെരുമാറ്റമാണോ പ്രധാനപ്പെട്ടത്? ക്യാരക്ടർ ഓർ കോണ്ടാക്ട്? സ്വഭാവമാണോ പെരുമാറ്റമാണോ?
രണ്ടും എന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദിക്കാരുടെ ഭാഷ ഉപയോഗിക്കും. അവൾ പറയും 19-20 का फर्क तो है എന്ന് പറയും. ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പ്രധാനപ്പെട്ടത് സ്വഭാവമാണ്, ക്യാരക്ടർ. ക്യാരക്ടർ ഒന്നായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കോണ്ടക്ട് വേറെ ആക്കാൻ നമുക്ക് പ്രയാസമൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ നാട്ടിലെ ഉദാഹരണം പറയാറുണ്ട്. ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് 100 കിലോമീറ്റർ വേഗതയിലാണ് വാഹനം ഓടിക്കേണ്ടത്. ഓഫീസിൽ പോകാൻ ലേറ്റായി, ചർച്ച വരാൻ ഒത്തിരി ലേറ്റായി. 120, 140 ചവിട്ടി വിടുന്നത്. അപ്പോഴാണ് കണ്ടത് ഒരു പോലീസ് വണ്ടി ഒരു കിടക്കുന്നു, ഇല്ലെങ്കിൽ ക്യാമറ ഇരിക്കുന്നു. അപ്പോഴേ ആക്സിലേറ്റർ ഒന്ന് കാലം മാറും. നേരെ ബ്രേക്ക് ഔട്ടും കൃത്യം 100-ന് താഴെ ഒരു 95ഓളം നിന്ന് പോകും. എന്ത് നല്ല പെരുമാറ്റം അല്ലേ! അതിന്റെ പേരാണ് എന്തുവാ? പെരുമാറ്റം. കോണ്ടാക്ട് വളരെ നന്നായി. പോലീസിന്റെ കണ്ണോ അല്ലെങ്കിൽ ക്യാമറയുടെ റേഞ്ചോ മാറി കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെയും പഴയപടിയായി 120, 140 ആയി. ഇതുപോലെ നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും തമ്മിൽ വ്യത്യാസം വല്ലതുണ്ടോ? ശ്രദ്ധിക്കണേ. നമ്മുടെ 10 പേരുടെ മുമ്പിലെ ഞാനാണോ വേറെ ആരും ഇല്ലാത്തപ്പോഴത്തെ ഞാൻ? മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും തമ്മിൽ വ്യത്യാസമുണ്ടോ? പെട്ടെന്ന് പറഞ്ഞു വിട്ടേ, സമയം തരാൻ പോകുന്നു. വ്യത്യാസമുണ്ടോ? ഉണ്ട് അല്ലേ? സ്തോത്രം. എന്നാൽ ഈ കഷ്ടത എന്ന പരിശീലന കളരിയിലൂടെ തമ്പുരാൻ നമ്മളെ കടത്തിവിടുന്നത് എന്തിനാണെന്ന് അറിയാമോ? ശ്രദ്ധിക്കണേ. സ്തോത്രം. എന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും തമ്മിൽ വ്യത്യാസമില്ലാത്ത ഒരു സ്വഭാവ ശുദ്ധീകരണത്തിന്റെ, സ്വഭാവ രൂപീകരണത്തിന്റെ, ദിവ്യ സ്വഭാവത്തോടുള്ള ആനുരൂപ്യത്തിന്റെ അവസ്ഥയിലേക്ക് നാം എത്തുവാനാ. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. നമ്മളതൊന്നും ആഗ്രഹിക്കുന്നവരല്ല മിക്കവാറും ഒക്കെ. മുമ്പേ കർണദാസനൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് പലപ്പോഴും ആഗ്രഹം നമ്മുടെ താൽക്കാലികമായ അവസ്ഥകളുമായി ബന്ധപ്പെട്ട് ഒരു നല്ല വാഗ്ദത്തം കിട്ടുന്നതാണ്. നടന്നില്ലേലും സാരമില്ല, ഇതുപോലൊക്കെ സംഭവിക്കാൻ പോകുന്നെന്ന് ഒന്ന് കേൾക്കുന്നത് ഒരു സുഖമാണ്. സ്തോത്രം. പക്ഷേ അങ്ങനെ ഒരു മൂഢ സ്വർഗത്തിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുവാൻ വേദപുസ്തകത്തിലെ ദൈവത്തിന് ആഗ്രഹമില്ല. മറിച്ച് സ്തോത്രം, ലഘുവായ ചികിത്സയല്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കോൺഗ്രസിലെ വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, തൊലിപ്പുറത്തെ ചികിത്സയല്ല വേണ്ടത്, ആഴത്തിലുള്ള ശസ്ത്രക്രിയയാണ് കോൺഗ്രസിന് വേണ്ടതെന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പരസ്യമായിട്ട് പറയാം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ ആത്മാവ് തൊലിപ്പുറത്തെ ചികിത്സ നടത്തി സുഖിപ്പിച്ചു വിടുവാൻ താല്പര്യപ്പെടുന്നവനല്ല, നമ്മെ ഇക്കിളിയിട്ട് ഒരു മൂഢ സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നവനല്ല. പ്രത്യുത എന്റെയും നിങ്ങളുടെയും സ്വഭാവത്തിന് ദൈവം ആഗ്രഹിക്കുന്ന മാറ്റം വരുത്തി, സ്തോത്രം, നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുവാൻ പലപ്പോഴും അവൻ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ അനുവദിക്കും. ആ സമയം പിറുപിറുത്തും കുതറിയും ഞാനും നിങ്ങളും മാറരുത്. ആ സാഹചര്യങ്ങൾക്ക് വേണ്ടി കർത്താവേ, നീ എന്റെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാൻ അയക്കുന്ന പരിശീലനമാണല്ലോ ഇത്, ശുദ്ധീകരണമാണല്ലോ ഇത് എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനും അതിൽ പ്രശംസിക്കുവാനും നമുക്ക് സാധിക്കണം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടേ? സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കുന്നേ അതാണ് സിദ്ധത. കഷ്ടതകൾ ഇങ്ങനെ വരുമ്പോൾ സഹിഷ്ണുത ഇങ്ങനെ പഠിച്ചിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് ഇടവും വലവും മേലും കീഴും മുൻപും പിൻപും അടച്ച് നമ്മെ ഒതുക്കി നിർത്തി
പാപത്തിന്റെ വിശാലതയിലേക്ക് പോകുവാൻ അനുവദിക്കാതെ ദൈവം നമ്മുടെ മുൻപിൽ വരച്ചിരിക്കുന്ന ആ ചെറിയ ട്രാക്കിലൂടെ തന്നെ യാത്ര ചെയ്യുവാൻ അവൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, നിർബന്ധിക്കുന്ന ഘടകങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സമയാസമയത്തിൽ ദൈവം അയക്കുന്ന കഷ്ടതകൾ. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, കഷ്ടതകൾ മുഴുവനും എടുത്തു മാറ്റിയിട്ട് വളരെ സന്തുഷ്ടമായ ജീവിതത്തിന്റെ വഴിയിൽ എന്നെയും നിങ്ങളെയും കൊണ്ടു നിർത്തി ആ വഴിയിലൂടെ നാം പാപത്തിന്റെ സുഖമെല്ലാം ആസ്വദിച്ച് നരകത്തിലെത്തുന്നതാണോ ശുഭകരം? അതോ കഷ്ടതയുടെ നൂൽപ്പാലത്തിലൂടെ ഞാനും നിങ്ങളും നടക്കുവാൻ ദൈവം നമ്മെ അനുവദിച്ച് അത് നിമിത്തം ഒരുപക്ഷെ നമുക്ക് ലെജിറ്റിമേറ്റായി, നമുക്ക് ന്യായമായി അനുഭവിപ്പാൻ കഴിയുന്ന കാര്യങ്ങളും കൂടെ വേണ്ടെന്ന് വെച്ചിട്ട് ജീവിതത്തെ ശുദ്ധമായി സൂക്ഷിച്ച് ആ നൂൽപ്പാലം, ആ ചെറിയ നാരോവേ, ആ ഇടുക്കുവാതിലും ആ ഇടുങ്ങിയ വഴിയും ചെന്നെത്തുന്ന നിത്യതയിൽ ദൈവത്തോടു കൂടെ ചെന്നെത്തുന്നതാണോ ശുഭകരം? മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഏതാ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത്? ഏതാ നമുക്ക് വേണ്ടി കർത്താവ് കരുതുന്നത്? സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളോട് നാം നമ്മുടെ മക്കളെ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത് പോലെ നമുക്ക് തോന്നിയാൽ നമ്മൾ പറയാറില്ലേ, നിനക്ക് ഇങ്ങനൊന്നും ജീവിക്കാൻ വേണമെങ്കിൽ ഇറങ്ങി പോടാ അവിടുന്ന്, എന്റെ വീട്ടിൽ താമസിക്കണ്ടെന്ന് ഇല്ലേ? പറയാറുണ്ട്. എന്റെ മോനായി മോളായി ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച്, ഞാൻ വെക്കുന്ന നിബന്ധന അനുസരിച്ച് നിനക്ക് ഡിസിപ്ലിൻഡ് ലൈഫ് ജീവിക്കാൻ വയ്യെങ്കിൽ നീ എന്റെ മോളും മോനും ആയിരിക്കാതെ നിനക്ക് ഇഷ്ടമുള്ളത് ഇറങ്ങി പൊക്കളാൻ നമ്മൾ പറയാറുണ്ട്. ഇതുപോലെ കർത്താവിനുള്ളവരായി ഞാനും നിങ്ങളും സമർപ്പിതരായി ജീവിക്കുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കും അവൻ ഒരുക്കുന്നത് ഹൈവേ അല്ല, അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കുന്നത് റെയിൽവേ ട്രാക്കാ. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ട്രാക്ടർ അല്ല, ക്രിസ്തീയ ജീവിതം ഒരു ട്രെയിനാണെന്ന്. ക്രിസ്തീയ ജീവിതം എന്തല്ല? ട്രാക്ടർ അല്ല. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ട്രാക്ടർ എവിടെയും ഓടും. ഇത് പൂട്ടുന്ന കാര്യമല്ല, ഇത് എവിടെയും ഓടും. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ വെള്ളത്തിലും പോകും, മണലിനകത്ത് ഓടും, ചള്ളക്കകത്തും പോകും. ഞങ്ങളുടെ ഒട്ടൊക്കെ വരികയാണെങ്കിൽ റെയിൽവേ ട്രാക്കിൽ കൂടെയും ട്രാക്ടർ ഓടും. അതിന്റെ ടയർ ഊരി മാറ്റിയിട്ട് വേറൊരു വീൽ വെക്കും. റെയിൽവേ ട്രാക്കുകൾ കൂടെയും പോകുന്നത്. അതേസമയം ട്രെയിനോ, റെയിൽവേ മന്ത്രിയാണെന്ന് പറഞ്ഞാലും മന്ത്രിയുടെ വീട്ടിൽ അത് പാർക്ക് ചെയ്യാനുള്ള പോർച്ചൊക്കെ ഉണ്ടാക്കിയിട്ടാലും ട്രാക്ക് ഇല്ലെങ്കിൽ അവിടെ എത്തത്തില്ല സാധനം. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്തല്ല? എവിടെയും എങ്ങനെയും ഓടുന്ന ട്രാക്ടർ പോലെയല്ല, കേവലം നിയമിതമായ പാതകളിലൂടെ മാത്രം പോകുന്ന, ട്രാക്കിൽ കൂടെ മാത്രം ഓടുവാൻ കഴിയുന്ന ട്രെയിൻ പോലെയാ. ഈ രാത്രി ഓർക്കണേ സഹോദരങ്ങളെ, ഈ ലോകത്തിലെ കുറെ നന്മകളെല്ലാം കൂടെ വാരിക്കോരിത്തന്ന് നരകത്തിലേക്ക് എന്നെയും നിങ്ങളെയും ഫാറ്റ് വെപ്പിച്ച് കൊഴുപ്പിച്ച് വിടാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മുടെ കൊഴുപ്പ് കുറെ പോയെന്ന് പറഞ്ഞാലും, പലതും നമുക്ക് നഷ്ടമായെന്ന് പറഞ്ഞാലും, ദൈവത്തോടു കൂടെയുള്ള നിത്യതയ്ക്ക് വേണ്ടി അവൻ ഒരുക്കുവാൻ നമ്മിൽ നിന്ന് സ്വഭാവ രൂപീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. സ്വഭാവ രൂപീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനസ്സിലാക്കണേ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പോലും നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്, കഷ്ടത എന്ന പള്ളിക്കൂടത്തിൽ യേശു ആയിരുന്നിട്ട് അവിടുന്ന് എന്ത് പഠിച്ചെന്നാണെന്ന് അറിയാമോ? അനുസരണം പഠിച്ച് തികഞ്ഞെന്ന. സ്തോത്രം. എബ്രായ ലേഖനം 5:7-8 ഒന്ന് വായിച്ചു എളുപ്പം. എബ്രായർ 5:7-8.
ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ യേശു അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് എന്തു പഠിച്ചു? അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പോൾ കഷ്ടത എന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടുന്ന ഡിഗ്രി ഏതാണ്? അനുസരണമാണ്. ശ്രദ്ധിക്കണേ, സ്തോത്രം. അനുസരണമാണ്. അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അനുസരണത്തിലും വിശുദ്ധ ജീവിതത്തിലും തികവുള്ളവരായി ഞാനും നിങ്ങളും തീരണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഇന്ന് എനിക്കും നിങ്ങൾക്കുമുള്ള നമ്മുടെ ത്വക്കിന്റെ, നമ്മുടെ സ്കിന്നിന്റെ ഗ്ലേസിംഗ് തിളക്കം കുറച്ച് പോയാലും തമ്പുരാൻ അതിൽ പ്രയാസമൊന്നുമില്ല. ഈ ഗ്ലേസിംഗ് ഉള്ള ത്വക്കോടുകൂടെ നരകത്തിൽ കിടന്ന് കത്തുന്നതിനേക്കാൾ, സ്തോത്രം, ഇതിന്റെ ഗ്ലേസിംഗ് കുറച്ച് പോയി, ഇതിന്റെ ആരോഗ്യം കുറച്ച് ക്ഷയിച്ച്, ഇതിന്റെ സൗന്ദര്യം കുറച്ച് മങ്ങി, കുറച്ച് കാശൊക്കെ പോയി, കുറച്ച് സ്ഥാനം താഴേക്ക് വന്നെന്ന് പറഞ്ഞാലും കർത്താവിനോടുകൂടെയുള്ള നിത്യതയിൽ ഞാൻ നിങ്ങളും എത്തുന്നതിനാണ് ദൈവം പ്രാധാന്യം കൽപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടേ? സ്തോത്രം. അങ്ങനെ ദൈവം പദ്ധതി ഒരുക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഒന്നിനു പുറകെ ഒന്നായി കഷ്ടതകളുടെ പരിശീലനങ്ങൾ അയച്ചുകൊണ്ടിരിക്കും. എന്നാൽ ചിലരെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, ജീവിതമൊന്നും ആളുടെ ശരിയല്ല, പക്ഷെ പുള്ളിക്ക് ഒരു കഷ്ടതയില്ല. അവനെ പോലെ ഞാൻ ആഗ്രഹിക്കല്ലേ പ്രിയരെ, ആഗ്രഹിക്കല്ലേ. കാരണം അങ്ങനെയുള്ളവർ എങ്ങനെയുള്ളവരെന്ന് അറിയാമോ? തമ്പുരാൻ തള്ളിക്കളഞ്ഞ കേസുകളാണ്, തമ്പുരാൻ ഉപേക്ഷിച്ച കേസുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ തിരുവത്താഴത്തിലും നമ്മൾ വായിച്ചും പറഞ്ഞും കേൾക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. പിന്നെ പിന്നെ വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ ദൈവം നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. അപ്പോൾ ഈ ബാലശിക്ഷകൾ എന്ന കഷ്ടതകളുടെ പള്ളിക്കൂടത്തിലൂടെ ദൈവം നമ്മെ നടത്തുന്നത് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ. എന്നാൽ അങ്ങനത്തെ ഒരു പരിശീലന കളരിയിലൂടെ ഒരുത്തനെ ദൈവം നടത്തുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അവനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതാ പറഞ്ഞത്, തമ്പുരാൻ ഉപേക്ഷിച്ച ചില കേസുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്തില്ല? കഷ്ടതകളുടെ ഈ പരിശീലനത്തിലൂടെ സഹിഷ്ണുതയും സിദ്ധതയും പഠിപ്പിച്ച് പ്രത്യാശ അവരിൽ ഉളവാക്കി നടത്തുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഇവിടെ കുറച്ച് സുഖം തോന്നിയേക്കാം. അങ്ങനെ സുഖിക്കുന്നവരെ കണ്ട് കഷ്ടതകളിലൂടെ പോകുന്ന വിശുദ്ധന്മാർ അസൂയപ്പെടരുത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ളവർക്ക് അസൂയ ഉണ്ടാകുവാൻ ആസാഫിനെ പോലെ സാധ്യതയുണ്ട്. ആസാഫ് അങ്ങനല്ലേ പറയുന്നത് 73 സങ്കീർത്തനത്തിൽ, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി, അവർക്ക് വേദന. ഇവിടെ ഭക്തിയോടെ ജീവിക്കുക, ആവോളം വിശുദ്ധ ജീവിതം നയിക്കാൻ ബന്ധപ്പെടുക, എന്നിട്ടും കഷ്ടതയാ, എന്നിട്ടും കുത്ത. അയ്യോ ഇതൊന്നൊരു കഷ്ടവാ എന്ന് വിചാരിച്ച് അവരെ നോക്കി അസൂയപ്പെടാൻ ഒരുങ്ങിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. താഴോട്ട് നോക്കി അവിടെ കാലെവിടെ ഇരിക്കുന്നേ? വഴുവഴുപ്പില്ല. സ്തോത്രം. പക്ഷേ നമ്മുടെ കാലോ പാറമേൽ ഏതു വേണമെന്ന് ഈ രാത്രി നിശ്ചയിച്ചോണം. അങ്ങനെ കഷ്ടത സഹിഷ്ണുത ജീവിതത്തിലെ ശുദ്ധീകരണത്തെ, സ്വഭാവ രൂപീകരണത്തെ ഉളവാക്കും. അങ്ങനെ ഉളവായി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന 4ാമത്തെ ഘടകമാണ് എന്ത്? പ്രത്യാശ. എന്തിനെ കുറിച്ചുള്ള പ്രത്യാശയാ? റിസഷൻ മാറുമെന്നുള്ള പ്രത്യാശയാണോ? പ്രൊമോഷൻ കിട്ടുമെന്നുള്ള പ്രത്യാശയാണോ? ഇന്നത്തെ കൊച്ചു വണ്ടി മാറിയിട്ട് വലിയ വണ്ടി കിട്ടുമെന്ന പ്രത്യാശയാണോ? അല്ല. പിന്നെന്താ പ്രത്യാശ?
എന്താ ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ? സ്തോത്രം. അതാ രണ്ടാം വാക്യം നമ്മൾ വായിച്ചത്. ദൈവ തേജസ്സിന്റെ പ്രത്യാശ. ദൈവ തേജസ്സിന്റെ പ്രത്യാശ. യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള സ്വരൂപത്തോട് അനുരൂപരായി തീരുവാനുള്ള പ്രത്യാശ. അതാണ് ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞത്. ത്രിമാനമായ ലക്ഷ്യത്തോടുകൂടെ ഒരു ക്രിസ്ത്യാനി ജീവിക്കണമെന്ന്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു ഭക്തന്റെ ലക്ഷ്യം, അതിന്റെ 3 തലങ്ങളിലുള്ള ഏക ലക്ഷ്യമെന്ന് ഞാൻ പറഞ്ഞു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ എളുപ്പമാണ്. ഒറ്റ പ്രസംഗം മതി. അപ്പൊ അത് തന്നെ ഇന്ന് പ്രസംഗിച്ചിരുന്നില്ല, നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. നിങ്ങൾ ഞങ്ങളെ മടിയന്മാരാക്കരുത്. സ്തോത്രം. ഞാൻ പറഞ്ഞ കാര്യം, ഒന്ന്, യേശു ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ, ടു ബി വിത്ത് ക്രൈസ്റ്റ്. 2, ടു ബി ലൈക്ക് ഹിം, യേശു ക്രിസ്തുവിനെ പോലെയാകുവാൻ. 3, ടു ഗെയിൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ തന്നെ നേടുവാൻ. സ്തോത്രം. അതിലിപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ഘടകമാണ്. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുക എനിക്കും നിങ്ങൾക്കും കഴിയുന്നത് എപ്പോഴാ? യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപയായി ഞാനും നിങ്ങളും മാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഉറപ്പ് കർത്താവ് തരുന്നു. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ യേശുവിന്റെ സ്വഭാവത്തോട് നാം അനുരൂപരായാൽ നിത്യതയിൽ നാം എത്തുമ്പോൾ അവന്റെ തേജസ്സിനോടും നാം അനുരൂപരാകും. ഇത് നമ്മുടെ പ്രത്യാശയാണോ? ഇന്നത്തെ കഷ്ടം മാറുമെന്നും അനുഗ്രഹങ്ങൾ, നന്മകൾ ലഭിക്കുമെന്നുമുള്ളതല്ല. സ്തോത്രം. പ്രത്യുത യേശു ക്രിസ്തു തേജസ് ഉടുത്തിരിക്കുന്നത് പോലെ ക്രിസ്തുവിനോട് അനുരൂപമായ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് എത്തുവാൻ എനിക്ക് ദൈവം അവസരം ഒരുക്കും. അതിനുള്ള വഴികളിലൂടെയാണ് കഷ്ടതകൾ എന്നെ നടത്തുന്നത് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി നാം സമർപ്പിക്കുമ്പോഴാണ് കഷ്ടതകളിൽ പ്രശംസിക്കുവാൻ അഥവാ സന്തോഷിപ്പാൻ ഇടയാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് യോഹന്നാൻ പറഞ്ഞത്. 1 യോഹന്നാൻ 3:2 നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാകും. എന്നിട്ട് 3-ാം വാക്യത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിൽ ഈ പ്രത്യാശ. ഏത് പ്രത്യാശ? യേശു ക്രിസ്തുവിന്റെ തേജോ രൂപത്തോട് നാം അനുരൂപരാകും എന്നുള്ള പ്രത്യാശ ക്രിസ്തുവിൽ ഉണ്ടെങ്കിൽ നാം എന്ത് ചെയ്യുമെന്നാ? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മെ തന്നെ എന്ത് ചെയ്യുന്നു? നിർമ്മലീകരിക്കുന്നു. ഈ രാത്രിയിൽ ഈ പ്രബോധനത്തോടുകൂടെ എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ സ്തോത്രം എണ്ണിയാൽ തീരാത്ത കഷ്ടതകൾ ഒരുപക്ഷെ കാണും. ആ കഷ്ടതകൾ മാറുവാൻ വേണ്ടിയുള്ള അപേക്ഷകളല്ല. ഇന്ന് സ്തോത്രം അനേക പ്രസംഗകരും അനേകം പഠിപ്പിക്കുന്നവരുമൊക്കെ തോളിലിരിക്കുന്ന കുരിശ് എടുത്തു മാറ്റിയിട്ട് പല ക്രോസ് ബാറുകൾ അടിച്ച് ഏണിയുണ്ടാക്കി മുകളിലിരിക്കുന്ന നന്മകൾ കേറിയെടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് കുത്തിച്ചാരി തരുമ്പോൾ ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയെ പ്രബോധിപ്പിക്കുന്നത് എനിക്കും നിങ്ങൾക്കും ഇല്ലാത്തത് വെട്ടിപ്പിടിക്കുവാനുള്ള മാർഗമായി ക്രിസ്തീയതയെയും ഭക്തിയെയും കാണാതെ രോഗം വന്ന് ആരോഗ്യം ക്ഷയിച്ചാലും പണം നഷ്ടമായാലും ജോലി നഷ്ടമായാലും നമ്മുടെ കുടുംബങ്ങളിൽ മരണം പോലും കടന്നു വന്നെന്ന് പറഞ്ഞാലും ശരി പിന്മാറിപ്പോകാതെ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുവാനുള്ള വലിയ ദൈവ തേജസ്സിന്റെ പ്രത്യാശ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരണത്തിനായി ഇന്ന് രാത്രിയിൽ നമുക്ക് സമർപ്പിക്കാം. അങ്ങനെയുള്ള ഭക്തന്മാരെയാണ് ദൈവത്തിന് ആഗ്രഹം, ആവശ്യം. അങ്ങനെയുള്ളവരായി നമുക്ക് തീരാം. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിച്ചുകൊണ്ട് കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിച്ച് കർത്താവിന്റെ വരവിനായി നോക്കിപ്പാർത്ത് മുൻപോട്ട് പോകാം. ആയതിനായി ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.